വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ 2 പ്രൊഡക്റ്റ് സ്കിൻ കെയറിനെ പറ്റിയിട്ട്. അപ്പോൾ കുറേ റിവ്യൂ വന്നു, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമോ, പിന്നെ നല്ല മോയ്സ്ചർ ക്രീം ഏതാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അന്നിട്ട് റീലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയും അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചർ ക്രീംസ് ആണ് കേട്ടോ. അപ്പോൾ മോയ്സ്ചർ ക്രീം എന്തിനാണ് യൂസ് ചെയ്യണേ എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കാരണം നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവാതിരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിന് ചെറിയ പ്രൊട്ടക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ സ്കിന്നിൻ്റെ മേലെ വേറെ കുറേ ഫൗണ്ടേഷൻസും പിന്നെ കോമ്പാക്ട് പൗഡറൊക്കെ ഇടുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സ്കിന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് മോയ്സ്ചർ ക്രീം ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ മോയ്സ്ചർ ക്രീം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും മോയ്സ്ചർ ക്രീം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല റേറ്റിൻ്റെ നോക്കിയിട്ട് യൂസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിന് അതിൻ്റേതായൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ മാർക്കറ്റിലിപ്പോൾ പല റേറ്റിലും കുറേ ക്രീംസ് അവൈലബിൾ ആണ്. പക്ഷേ ചീപ്പ് റേറ്റിൻ്റെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി മിസ്സായി പോകും. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് മോയ്സ്ചർ ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണെന്ന് നോക്കിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മോയ്സ്ചർ ക്രീംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ക്രീംസ് മാത്രമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ആദ്യത്തേന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ന്യൂട്രിഡേമിൻ്റെ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നമ്മൾ അടിപൊളിയൊരു മോയ്സ്ചർ ക്രീമാണ്. നമ്മുടെ സ്കിന്നിന് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്രീം യൂസ് ചെയ്യണമെങ്കിൽ അത്ര നല്ല റിസൾട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടും. നമ്മുടെ ബ്ലാക്ക് സ്പോട്ടൊക്കെ മാറാനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല ഫ്രഷ് സ്കിന്നൊക്കെ വരാനും ഒക്കെ യൂസ് ആവുന്ന നല്ല അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ. ഇത്തിരി എക്സ്പെൻസീവാണ്, 1000 ഒക്കെ ഉണ്ട് ഇതിന് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അടിപൊളിയാണ്. ഇത് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ളൊരു മോയ്സ്ചർ ക്രീമാണ്. നമ്മൾ ഡെയിലി നമ്മളൊരു 2 പ്രാവശ്യമൊക്കെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ തീരുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ബോട്ടിൽ തീരണ്ട ഒരു 1 മന്ത് ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ആ പണ്ടുണ്ടായിരുന്നൊരു ടെക്സ്ചറൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആവും. അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ടൊക്കെ മാറും. അടിപൊളിയാണ് കേട്ടോ ഇത് വന്നിട്ട് 125 ml ആണ്. ഇതിന് തന്നെ ഒരു 1000 ഉണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് സ്ഥിരം യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിനു മുമ്പ് കുറേ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞ് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റില്ല. അത്ര അടിപൊളി ഒരു മോയ്സ്ചർ ക്രീമാണ് കേട്ടത്. അടുത്തത് വന്നിട്ട് ആയുർവേദിക് ഒരു ഡേ ക്രീമാണിത്. ഇതും അടിപൊളി തന്നെയാണ്. ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇത് ഫുള്ളി 100% ആയുർവേദിക് ആയിട്ടുള്ള ഒരു ക്രീമാണ്. പിന്നെ SPF 20 ഉണ്ട്, ഒരുപാടില്ല, 20 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീനും പകരം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ലതല്ല. പക്ഷേ കുറച്ചൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ നല്ലതാണ്. നമ്മൾ സൺസ്ക്രീൻ ഒട്ടും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു ക്രീം മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. 20 ആണ് SPF ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ക്രീം നോക്കുകയാണെങ്കിൽ അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ ഇത്. 10% കുങ്കുമാതി ഡേ ക്രീമാണ് SPF 20. ഇതെന്ന് പറയുന്നത് ഹെൽത്തി ആൻഡ് ഗ്ലോ സ്കിന്നിന് കിട്ടാനും അതുപോലെ സ്കിന്ന് നല്ല മോയ്സ്ചർ ആവാനും പിന്നെ സ്കിന്നിലെ സ്പോട്ടൊക്കെ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നല്ലൊരു ഡേ ക്രീം തന്നെയാണ് ഇത്. നമുക്ക് ഫേസിൽ മാത്രമല്ല നമുക്ക് ഓവറോൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം തന്നെയാണ്. പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റി എന്ന് പറയാനില്ല, എങ്കിലും സാധാരണക്കാളെ സംബന്ധിച്ചൊരു ഇത്തിരി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് 500 ആണ് ഇതിൻ്റെ റേറ്റും വരുന്നത്. അതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ് ഇതും. പക്ഷേ ഇത് ആയുർവേദിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പാക്കിങ്ങും നല്ലൊരു നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ടുള്ളൊരു പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ ഇതിൽ നിന്ന്. അതുകൊണ്ട് മറ്റേ ക്രീമൊക്കെ നമ്മൾ എപ്പോഴും ബോട്ടൺ തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ ചെറിയ സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ നല്ലൊരു പാക്കിംഗ് ആണ് ഇതിൻ്റെ. അടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഷോർട്ടിലെ വീഡിയോ. നിയയുടെ ഒരു ഫേസ് ക്രീമാണ്. ഇതൊരു ജെൽ ടേപ്പാണ്. ഇപ്പോൾ ചിലവർക്കൊക്കെ ക്രീം ടേപ്പ് അത്രയ്ക്കും കംഫർട്ട് അല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതൊരു ജെൽ ടേപ്പ് ക്രീമാണ്. ഇത് SPF 50 ഉണ്ട് ഇത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. നമ്മൾ വേറെ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ക്രീം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷനും കിട്ടും, അതുപോലെ തന്നെ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനും ഉണ്ട് കുറച്ച് റേറ്റ് ഉണ്ട്. ഇതിനും 500 വരുന്നുണ്ട് ഇതിന് റേറ്റും. പക്ഷേ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളൊരു ക്രീം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ മോയ്സ്ചർ ക്രീം യൂസ് ചെയ്യുമ്പോൾ
പരമാവധി നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഡയറക്റ്റ് അപ്ലൈ ആയ കാരണം എപ്പോഴും നമ്മൾ സ്കിന്നിന് നമുക്ക് യാതൊരു വക കോംപ്രമൈസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ക്രീം നല്ലതാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഹൈലറോണിക് ആസിഡ്, അതുപോലെ അലോവേര, കുക്കുംബർ, അങ്ങനെ നല്ല വേറെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നും സ്കിന്നിന് വരില്ല. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്കിന്നെ നല്ല മോയ്സ്ചറാക്കും, അതുപോലെ തന്നെ ഗ്ലോ ആക്കും, സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ടൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ സ്കിന്നിൽ വരുന്ന ചുളിവുകളുണ്ടല്ലോ, അതൊക്കെ ഒരു പരിധി വരെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു. ഓവറോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാനപ്പോൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്ര ദിവസം യൂസ് ചെയ്തിട്ട് നല്ല ഡിഫറൻറ്റ് ഉണ്ട് ഫേസിന് കാണാനായിട്ട്. നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഹാർഡ്നെസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ സ്കിന്നിൻ്റെത്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. SPF 50 ഉള്ളത് കൊണ്ട് തന്നെ സൺസ്ക്രീന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറയുകയാണെങ്കിൽ കുറേ പേര് ഇങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ക്രീം യൂസ് ചെയ്യാനൊക്കെ മടിയുള്ളവർക്കാണെങ്കിൽ ചെറിയ റേറ്റിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൻ്റെ നോക്കിയിട്ട് ക്രീം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചീപ്പ് റേറ്റിലുള്ള ക്രീമിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ഡോവ് തന്നെയാണ്. ഡോവ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുവിധം ഡോവിൻ്റെ എല്ലാ സംഭവങ്ങളും കുറച്ച് നല്ലതാണ്. മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡോവ് നല്ലതാണ്. ഇത് ഡോവിൻ്റെ ഒരു ബ്യൂട്ടി ക്രീമാണ്. ഇത് നമുക്ക് മോയ്സ്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ജസ്റ്റ് ഡേ ക്രീമാണ് കേട്ടോ. നമുക്ക് ഫേസിൽ എന്താ പറയുക, ഇങ്ങനെ ഹാർഡായിട്ടൊക്കെ ഫേസ് ഇരിക്കുന്നു തോന്നുകയാണെങ്കിൽ മാത്രം ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുക. അതായത് വെറുതെ ഒരു ഫേസിന് ചെറിയൊരു പ്രൊട്ടക്ഷൻ മാത്രമാണ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് മാത്രമാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയാനുള്ളൂ. എങ്കിലും ഒട്ടും ക്രീമൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് എക്സ്പെൻസീവായ ക്രീംസൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളവർക്ക് ബെസ്റ്റ് ചോയ്സ് ഈ ഡോവിൻ്റെ ഈ ക്രീം തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല തന്നെയായിരുന്നു. പക്ഷേ കുറച്ചും കൂടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി പൈസയൊക്കെ ചിലവാക്കി നോക്കുക. കാരണം ഇത് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് റിസൾട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. എങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ കോമ്പാക്ട് പൗഡറൊക്കെ ഇടുന്നേക്കാൻ മുമ്പ് ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രീം നല്ലതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പൊട്ടാന്നൊന്നും പറയുന്നില്ല, സൈഡ് എഫക്റ്റ് ഇല്ല, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എങ്കിലും ഒരു 200 താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം. അപ്പോൾ ഇതിലൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എപ്പോഴും ന്യൂട്രിഡേം തന്നെയാണ്. കാരണം അത്ര റിസൾട്ട് കിട്ടുന്ന ഒരു മോയ്സ്ചർ ക്രീമാണ്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു പ്രൊഡക്റ്റായിട്ട് വരാം.